പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മുടെ റമദാനിൻ്റെ ഇമ്പോർട്ടൻ്റായ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങൾ രാപ്പകലുകൾ നമ്മളിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റമദാനിൻ്റെ ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായ നിങ്ങൾ പങ്കുവെക്കുന്നത്, നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സക്കാത്തിനെ കുറിച്ചാണ്. സക്കാത്ത്, നമ്മൾ തടിയുടെ സക്കാത്ത്, നമ്മുടെ മുതലിൻ്റെ സക്കാത്ത്, പോക്കറ്റിലുള്ള സക്കാത്തും നമ്മുടെ തടിയുടെ സക്കാത്തും. ഷോർട്ടായിട്ട് എൻ്റെ ഒരു ലഘു വിവരണമാണ് ഞാൻ നൽകുന്നത്. ഇത് നമ്മളെ നാടുകളിൽ ഒക്കെ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം, ഒരു സക്കാത്ത് സമാഹരണം. അപ്പോൾ ഞാനൊരു പള്ളിയിൽ ഇന്നലെ ഒരു പള്ളിയിൽ ഒരു സംസാരിക്കുന്ന നോട്ടീസ് കൈ കിട്ടി. സക്കാത്ത് പിന്നെ കമ്മിറ്റിയുടെ നമ്പർ കൊടുത്തിട്ട് സക്കാത്ത് സമാഹരണം. അപ്പോൾ ഈ സക്കാത്ത് നമ്മൾ ഇപ്പോൾ മുതലാളിമാർക്ക് ഒരു സമ്പ്രദായം ഉണ്ട്. ബാങ്കിൽ പോയിട്ട് പുതിയ നോട്ടുകൾ എടുത്തിട്ട് 500 ഉണ്ടാവില്ല, 200 നോട്ട്, 100 നോട്ട്, 50 നോട്ട്, 20 നോട്ട്, 10 നോട്ട് പുതിയത് കൊടുക്കും. കുട്ടികൾ വന്നാൽ അതിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കും. 10 കൊടുക്കും, 20 കൊടുക്കും, 50 കൊടുക്കും, 100 കൊടുക്കും, 200 കൊടുക്കും. അപ്പം ഇതൊക്കെ സദക്കയാണ്, കൂലി ഉണ്ടാവും. പക്ഷേ ഇത് സക്കാത്താവുമോ? ഇനിമ സദക്കാത്തുൽ ഫുഖറാഇ വൽ മസാക്കീൻ, സക്കാത്തിൻ്റെ അവകാശികൾ, അതിൻ്റെ മുസ്തഹിഖ്, അതിൻ്റെ അവകാശികളാവുമോ? ഇതൊരു ഒരു ലഘു വിവരണം നൽകുകയാണ്. ഇപ്പം സക്കാത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ നോമ്പാണെങ്കിൽ ആ നോമ്പിൻ്റെ കർമ്മങ്ങളുണ്ട്. നോമ്പ്, അതിൻ്റെ നീയത്ത്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഹജ്ജാണെങ്കിൽ അതിൻ്റെ കർമ്മങ്ങളുണ്ട്. ഇഷ നിസ്കരിക്കുകയാണെങ്കിൽ ഐഷ എന്താണ്, നീയത്ത് വെക്കണം, കിബിലക്ക് മുന്നിടണം, മുതിട്ടണം, അതിൻ്റെ സമയത്താവണം എന്നതുപോലെ സക്കാത്തിനുമുണ്ട് അതിൻ്റെതായ നീയത്തുകളും അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം. കിബിലക്ക് മുന്നിട്ടെന്ന് പറയും പോലെ സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം. അല്ലാതെ നമ്മൾ മൂല്യന്മാർക്ക് കൊടുത്താലോ സ്ഥാപനങ്ങൾക്ക് കൊടുത്താലോ വീട്ടിൽ വരുന്നവർക്ക് കൊടുത്താലോ സക്കാത്താവുമോ? ഒരിക്കലുമില്ല. സക്കാത്ത് വേറെ, ദാനധർമ്മം സദക്ക വേറെ. അപ്പം അതിന് വിശുദ്ധ ഖുർആൻ തന്നെ ആ സക്കാത്തിൻ്റെ അവകാശികൾ എണ്ണി പറഞ്ഞു തുടങ്ങും. ഇന്നമ സദഖാത്തുൽ ഫുഖറാഇ വൽ മസാകിൻ, വളരെ വിശദമായ ആയത്ത് ഞാൻ പറയുന്നില്ല. അപ്പം ഈ സക്കാത്തിൻ്റെ 8 അവകാശികൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കതിൽ 8 പേരിൽ 1, 2, 3 ഒരു 3 പേര് നമുക്ക് ഇന്നില്ലാത്തതാണ്. അതായത് ഇസ്ലാമിക ഭരണകൂടമല്ല, 3 പേര് അതില്ലാത്തവരാരോ. നമുക്ക് സക്കാത്തിൻ്റെ അവകാശികൾ 8 പേരെ തിരഞ്ഞെടുക്കണമെങ്കിൽ 3 ആളെ നമുക്ക് കിട്ടില്ല ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ. ഒന്ന്, സക്കാത്ത് സമാഹരിക്കേണ്ട ആൾക്ക് സക്കാത്തിൻ്റെ അവകാശം, അതായത് ഒരു അറബി ഭരണാധികാരി സക്കാത്ത് പിരിക്കാനും അതിനെ കോർഡിനേറ്റ് ചെയ്യാനും സംഹരിക്കാനും ജോലിക്കാരെ നിയോഗിക്കും. അപ്പോൾ സക്കാത്തിൻ്റെ ജോലിക്കാരാണ് ഒരവകാശികൾ. അത് ഇന്ന് നമ്മളോട് ഇല്ല. രണ്ടാമത്തത് അടിമ സമ്പ്രദായമായിരുന്നു. അപ്പോൾ റിഖാബ്, അടിമ മോചനം നൽകിയ ആൾ, അതും ഇന്നത്തെ സമ്പ്രദായത്തിലില്ല. പിന്നെ മറ്റൊന്ന് നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്തതാണ്, ഉണ്ടാവാതിരിക്കുകയും ചെയ്യട്ടെ. റബ്ബിൻ്റെ മാർഗത്തിൽ മറ്റൊന്നും കാക്ഷിക്കാതെ റബ്ബിൻ്റെ മാർഗത്തിൽ ദീനെ നിലനിർത്താൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവർക്ക് സക്കാത്ത് കൊടുക്കണം. അങ്ങനെ ഈ 3 കാറ്റഗറികൾ, ഈ 3 ആളുകൾക്ക് സക്കാത്തിൻ്റെ അവകാശികൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കില്ലാത്തതാണ്. പിന്നെ ബാക്കി 5 പേരാണ്. ഈ 5 പേര് ഫുഖറാ, മസാക്കീൻ. ഈ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ പറയുന്നത്, ഫക്കീർ എന്ന് പറഞ്ഞാൽ ഉദാഹരണം, ഒരാൾക്ക് ഒരു മാസം 10,000 രൂപേൻ്റെ ചിലവുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെ ജോലി ചെയ്താലും ഫക്കീർ ഒരു 3,000 രൂപ, ഒരു 3,000, 4,000 ഉണ്ടാവുള്ളൂ. ബാക്കി എന്നും കടത്തിലാണ് ഒരു ഫക്കീറിനെ സംബന്ധിച്ച്. ഒരു മിസ്കീൻ എന്ന് പറഞ്ഞാൽ 10,000 രൂപ ആവശ്യമുള്ളടുത്ത് ഒരു 7 8 ഉണ്ടാവും, എന്നാലും ഒന്നും തികയില്ല. ലേശലും ഉമ്മാലും വല കിസ്ബ് എന്ന് പറഞ്ഞ ആയത്തുകളുണ്ട്. അപ്പോൾ അതിന് ഫക്കീർ പറഞ്ഞാൽ മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ 10,000 രൂപയുടെ അടുത്ത് 3,000 രൂപ പുള്ളിയുടെ അടുത്തുള്ളൂ. അദ്ദേഹം സക്കാത്തിൻ്റെ അവകാശം. മിസ്കീൻ പറഞ്ഞാൽ കൊണ്ട് ഒപ്പിക്കുക, 10 രൂപ മാസം ചിലവാൻ അത്യാവശ്യമാണ്, കുടുംബത്തെ പോറ്റാൻ അത്യാവശ്യമാണ്. പക്ഷെ അവൻ്റെ കയ്യിൽ എപ്പോൾ എല്ലാ മാസവും 6 7 ഉള്ളൂ, ബാക്കി അപ്പോൾ ബാലൻസ് കടമാണ്. അപ്പോൾ ഫക്കീർ, മിസ്കീന്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നവർക്കൊക്കെ, ഉസ്താദ്മാരായാലും മുത്തായാലും കുട്ടികളായാലും സാധുക്കളായാലും വീട്ടുകാർക്ക് വരുന്നവർക്കൊക്കെ നമ്മൾ ഇങ്ങനെ വീതിച്ച് കൊടുത്താൽ, കാറ്റഗറി ആയിട്ട് വലുതും ചേർത്ത് കൊടുത്താൽ സക്കാത്ത് വീടുമോ അതോ സദക്കയാവുമോ? ഈ സക്കാത്തിൻ്റെ അവകാശികൾ, ഈ മുസ്തഹിക്ക്, അതിൻ്റെ അവകാശികൾ കൊടുത്താലേ നമ്മളെ ഇഷാൻസ്കാരം ശരിയാകുന്നത് പോലെ ഈ സക്കാത്ത് ശരിയാണെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഫക്കീർ, മിസ്കീൻ പറഞ്ഞ പോലെ അടുത്ത ആൾ മുഅല്ലഫത്ത് ഖുലൂബ്, അതാൻ്റെ ആയത്ത് പറഞ്ഞത്. ഈ പുതുവിശ്വാസികൾ ഒരു ഇസ്ലാമിലേക്ക് വന്നാൽ അവർക്ക് മറ്റുള്ള ആശ്രയങ്ങളൊന്നും ഇല്ല, കുടുംബം വിട്ടു വരുന്ന. അപ്പം അവർക്കൊരു പ്രചോദനം ഇതാണ്, ഇസ്ലാമിലേക്ക് വന്നാലാ ചാക്കണക്കിൽ അരികളൊക്കെ കിട്ടുമ്പോൾ, അവർക്ക് ചെലവിനുള്ള ക്യാഷ് കിട്ടുമ്പോൾ, അതിനാണ് മുഅല്ലഫത്ത് ഖുലൂബ്, പുതുവിശ്വാസികൾ. അതേപോലെ കടക്കാരൻ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുണ്ടാവും. ഇപ്പോൾ ഒരു വലിയ സ്ഥാപനം നടത്തുകയാണ്, ഒരു
എത്തിയും കുട്ടികളതോ അല്ലെങ്കിൽ ഇഫ്തുമായിട്ടോ അതിൻ്റെ സ്ഥാപനം നടത്തുകയാണ്. ആ സ്ഥാപനത്തിന് ഉത്തരവാദിത്തത്തിൽ ഒരാൾ കടം വാങ്ങിയാൽ അദ്ദേഹം കടക്കാരനാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പിന്നെ മദ്രസകൾക്കോ പള്ളികൾക്കോ അല്ലെങ്കിൽ എത്തിങ്ങാനങ്ങൾക്കോ ഇഫ്തു കോളേജിനോ അതിന് 5000-10,000 കൊടുത്താലും സക്കാത്താവുമോ? ഒരിക്കലുമില്ല. അത് സദക്കയായിപ്പോയി. മൂല്യമാർക്ക് കൊടുത്താലും വലിയ കുട്ടികൾക്ക് കൊടുത്താലും അത് സദക്കയാണ്. അപ്പം ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു സ്ഥാപനം നടത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ സ്ഥാപനത്തിന് വേണ്ടി 50,000 ലക്ഷങ്ങൾ കടം വാങ്ങി അദ്ദേഹം കടക്കാരനാണ്, സക്കാത്തിന് അവകാശിയാണ്. അപ്പോൾ ആയത്തിൽ പറഞ്ഞത് കടക്കാരൻ ഹലാലായ ആവശ്യത്തിന് വേണ്ടി, വീട് വെക്കാൻ വേണ്ടി, മക്കളെ കെട്ടിക്കാൻ വേണ്ടി കടം വാങ്ങിയ ആൾ സക്കാത്തിന് അവകാശിയാണ്. മറ്റൊന്ന് പറഞ്ഞത് യാത്രക്കാരൻ, സിയാറത്ത്, ടൂറ്, യാത്രക്കാരൻ, വിദേശീയ, നമ്മൾ മൊത്തം ഈ ഭൂമിയിൽ യാത്രക്കാരാണ്. എന്നാലും ഈ യാത്രക്കാരൻ്റെ ഇവിടെ തമ്പടിച്ച് കൂടിയാൽ അവനക്ക് സക്കാത്തിന് അവകാശിയാണ്. അപ്പം ഞാൻ ഈ ഷോർട്ടാക്കി പറഞ്ഞത്, ഈ 8 വിഭാഗങ്ങളിൽ ഈ 3 വിഭാഗങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമല്ല ഇന്നത്തെ നമ്മൾ സാഹചര്യത്തിൽ. ബാക്കിയുള്ളത് അവർ കൈകളിൽ എത്തിക്കാൻ ഇന്നത്തെ സമ്പ്രദായത്തിൽ നമ്മളെ ഇന്ന് നിലവിലുള്ള ഒട്ടനവധി സംഘടന, ഞാൻ ഒരു സംഘടനയുടെ പേര് പറയില്ല, പല സംഘടനകളും പല നോട്ടീസ് രൂപത്തിലും സക്കാത്ത് സമാഹരണം എന്നൊരു സംവിധാനവും അത് സമാഹരിക്കലും കമ്മിറ്റികളൊക്കെ എങ്ങനെ ശരിയാവും, എങ്ങനെ സക്കാത്താവും? കമ്മിറ്റി സക്കാത്തിന് അവകാശികളാണോ? മഹല്ലുകൾ ശ്രദ്ധിക്കണം. ഒത്തിരി പേര് അതിന് ഏത് പിന്നെ ഹദീസും ആയത്തും അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഒരു കമ്മിറ്റിക്കും സക്കാത്ത് വാങ്ങാൻ അർഹതയില്ല. സക്കാത്തിന് അവകാശികളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. നമ്മളെ മഹലിൽ ഇന്നാലിലെ വീട്ടുകാർ സക്കാത്തിന് അവകാശിയാണ്. കമ്മിറ്റിക്ക് സക്കാത്ത് വാങ്ങാൻ അവകാശവുമില്ല. കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുത്താൽ ആ മുതലാളിയുടെ സക്കാത്ത് വീടുകയുമില്ല. വളരെ അടിവരായിട്ട് കൊണ്ട് ശ്രദ്ധിക്കണം നിങ്ങൾ. ഒരു കമ്മിറ്റിക്കും സക്കാത്ത് പിരിക്കാനൊക്കെ അത് ഉണ്ട്. എങ്ങനെ? ഇസ്ലാമിക ഭരണകൂടത്തിൽ ഭരണാധികാരി ഏൽപ്പിക്കും. അത് ഇന്നിവിടെ ഇല്ല. ആ ഭാഗത്തുനിന്ന്, തെക്ക് ഭാഗത്തുനിന്ന് വടക്ക് ഭാഗത്തുനിന്നെല്ലാം സക്കാത്ത് സംഭരിച്ച് കൊണ്ടുവരും. അതാണ് സക്കാത്തിന്റെ ജോലിക്കാർ, അവർക്ക് അവകാശമുണ്ട്. അതല്ല ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റിക്കും സക്കാത്ത് പിരിക്കാനോ സക്കാത്ത് കൊടുക്കാനോ വാങ്ങാനോ അവകാശമില്ല. സക്കാത്ത് വീടുകയുമില്ല. ഇത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഇപ്പൊ പുണ്യ റസൂല് മദീനയിൽ നിന്ന് പോയിട്ട് 12 വർഷം കഴിഞ്ഞപ്പോൾ സക്കാത്ത് വാങ്ങാൻ മദീനയിൽ ആളില്ലാതെയായി. എങ്ങനെ? എല്ലാ സക്കാത്തിന് ആളുകൾക്കും ഫിത്ർ സക്കാത്തും ഒക്കെ വരുമ്പോൾ അവർക്കൊക്കെ അവർ ചെലവിനുള്ള അരികളും ധാന്യങ്ങളും കാശും ദീനാറുകളും ദിർഹമുകളും കൊടുത്തു. 12 വർഷം കഴിഞ്ഞ സക്കാത്തിന് വാങ്ങാൻ അവകാശപ്പെട്ട ആളില്ലാതെയായി. ആ ഒരു പിന്നെ സ്റ്റേജാണ് ഇസ്ലാം സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാര്യമായിട്ട് എടുത്തു പറഞ്ഞത്, ഒരു കമ്മിറ്റിക്കും സക്കാത്ത് വാങ്ങാൻ അധികാരമില്ല. സദക്കയാവും വാങ്ങാം. ഒരു കമ്മിറ്റിക്കും സക്കാത്ത് കൊടുത്താൽ സക്കാത്തിന്റെ അവകാശിയുടെ സക്കാത്ത് വീടുകയുമില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ ഫിത്ർ സക്കാത്ത്, മുതലിൻ്റെ സക്കാത്ത്, അത് പിന്നെ പല രൂപത്തിലുണ്ടാവും. ബാങ്കിലിട്ടവരുണ്ടാവും, ഓൺലൈൻ ബിസിനസ്സുകാരുണ്ടാവും, കച്ചവടക്കാരുണ്ടാവും, വ്യവസായികളുണ്ടാവും, വ്യാപാരികളുണ്ടാവും. അവരൊക്കെ കാൽക്കുലേഷൻ ചെയ്ത് ആ നിശ്ചിത എമൗണ്ട് ഈ അർഹതപ്പെട്ട 8-5 പേർക്ക് കൊടുത്താലേ അതിൻ്റെ കടവും അതിൻ്റെ കടമയും അതിൻ്റെ സഹിയും ശരിയാവുകയുള്ളൂ. ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉണർത്തുന്നു. ഹനീഫ കട്ടുപാറ. എല്ലാവർക്കും റമദാൻ ആശംസകൾ.